മലബാറിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫ്ലോറ ഫാന്റസിയ. വെക്കേഷനൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഫാമിലി കുട്ടികളുമായിട്ട് ഒരു ദിവസം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ 46ഓളം റൈഡുകൾ വരുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഈ പുതിയ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ റൈഡുകളൊക്കെ ആയിട്ട് ഫ്ലോറ ഫാന്റസിയ ഈ വെക്കേഷൻ കളറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാണാം നമുക്ക് ഇന്ന് ഫ്ലോറ ഫാന്റസിയൻ്റെ അടിപൊളി കാഴ്ചകൾ. അങ്ങനെ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളിത് ഫ്ലോറ ഫാന്റസിയ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിവിടെ 3ാമത്തെ ടൈമാണ് വരുന്നത്. 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിരുന്നത്. ഇത്തവണ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഗ്രൂപ്പൊക്കെയാണ്. ഞങ്ങളൊരു 10-33 പേരുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷനായിട്ട് ഫ്ലോറ എൻജോയ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഫാമിലീസും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട് മലബാറിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എത്രയാണെന്നല്ലേ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതേ ഫ്രണ്ടിൽ തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ടിക്കറ്റ് നിരക്ക് വരുന്നത് 4.5 ഫീറ്റ് ഹൈറ്റിൽ വരുന്ന ആളുകൾക്ക് 800 രൂപ, അതായത് അഡൽട്ടിന് 800 രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചിൽഡ്രൻസ് ആണെന്നുണ്ടെങ്കിൽ ബിലോ 4.5 ഫീറ്റ് ഹൈറ്റ് വരുന്ന കുട്ടികൾക്കും സിറ്റീസനും 600 രൂപയാണ് ചാർജ് വരുന്നത്. ബിലോ 5 ഫീറ്റിൽ വരുന്ന ചിൽഡ്രൻസിനൊക്കെ കോംപ്ലിമെൻ്ററി ആട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അകത്തേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു ഫ്ലോറ ഫാന്റസിയ. ഇതാണ് ലോക്കർ ഫെസിലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെക്കണം. ഇവിടെ 3 ടൈപ്പ് ലോക്കർ ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ നമ്മൾ ലാർജ് ലോക്കർ എടുത്തിരിക്കുന്നത് 150 രൂപയാണ് ലോക്കറിൻ്റെ ചാർജ്. 100 രൂപ നമുക്ക് റീഫണ്ടാണ് കേട്ടോ. 50 രൂപയ്ക്ക് നമുക്കൊരു 10-15 ബാഗ് വെക്കാൻ പറ്റുന്ന ലാർജ് ലോക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് ഡ്രസ്സിങ് ഷോപ്പുകളാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ടീഷർട്ടും ബർമുഡയൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ റൈഡുകൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് തന്നെ നമുക്കൊരു 2 മണിക്ക് മുൻപായിട്ട് ഇവിടുത്തെ അഡ്വഞ്ചർ റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റൈഡാണ് ഇവിടുത്തെ. അപ്പോൾ എങ്ങനെ നമുക്കിന്ന് തുടങ്ങിയല്ലേ? ടോട്ടലി 45 റൈഡുകളാണ് ഫ്ലോറ ഫാന്റസിയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 22 ഡ്രൈ റൈഡുകളും 23 വാട്ടർ റൈഡുകളാണ് കേട്ടോ. അപ്പോൾ 2 മണിക്ക് ശേഷമാണ് വാട്ടർ റൈഡുകളൊക്കെ ഓപ്പൺ ആവുക. അതുവരെ നമ്മൾ ഡ്രൈ റൈഡുകളൊക്കെ ഇത് എൻജോയ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വാട്ടർ റൈഡുകൾ അങ്ങ് പൊളിച്ചെടുക്കും അല്ലേ. അപ്പോൾ അതേ പിള്ളേർ കാർ റൈസിംഗ് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. കാർ റൈസിംഗ് ഒക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് കാണുകയാണ് കേട്ടോ. കംപ്ലൈൻ്റ് ആണ് തോന്നുന്നത്. തലയൊട്ടിയാണ് ഉണ്ട്. സൗണ്ടില്ല, പേടിക്കുന്നില്ല.
3D തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഹൊറർ വേൾഡ് പറയണല്ലോ, ചിരിച്ചിരിച്ച് ഏകദേശം മടുത്തുപോയി. പിന്നെ ഇത് യന്ത്രൂഞ്ഞാൽ ഈ സംഭവത്തിൽ കയറിയിട്ടാണ് കഴിഞ്ഞ തവണ ഞാൻ തല കറങ്ങി വീണത്. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരു വീഡിയോ എടുക്കട്ടെ, അതിന് ഉള്ളിന്ന് പോയോ? ഫ്ലോറ ഫാൻറ്റസിൻ്റെ ഏറ്റവും പുതിയ റൈഡുകളിൽ ഒന്നാണ് നമ്മുടെ റോളർ കോസ്റ്ററും അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം കേട്ടോ. അക്വേറിയം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ഇത്രയും പ്രതീക്ഷയില്ല. ഇതിനകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലുള്ളൂ. നമ്മളൊരു കടലിൻ്റെ അടിയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ മീനുകളൊക്കെ, അതായത് ഒരു സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് കയറിയപ്പോൾ കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ട്, വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഈ ഒരു അക്വേറിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഭയങ്കര ഒരു എന്താ പറയുക, അടിപൊളിയായിട്ട് തന്നെ അത് അവർ ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതിനകത്ത് കയറിയപ്പോൾ. എനിവേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ഒരു ഡ്രൈ റൈഡുകളൊക്കെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു, ഇൻക്ലൂഡിങ് ഈ ഒരു അക്വേറിയം അടക്കം. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ വാട്ടർ റൈഡുകൾ എൻജോയ് ചെയ്യാനായിട്ട്. ഇത് നോക്കിയാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല കളർ ഫിഷുകൾ, ഇത് വേറെ തന്നെ ഒരു ലോകമാണ്. ഇതിനകത്ത് ഇവർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു അക്വേറിയം.
ഇനി അടുത്ത പരിപാടി ലഞ്ച് കഴിക്കലാണല്ലേ. ഏകദേശം നല്ല ചൂടായിരുന്നു കേട്ടോ. ചൂടത്ത് ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ട് റൈഡുകളൊക്കെ കയറിയിട്ട്. അപ്പോൾ നമ്മൾ ഫിഷ് കറി മീൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 150 രൂപയാണ് കേട്ടോ ഒരു ഫിഷ് കറി മീൽസിന്. നല്ല അടിപൊളി നാളികേരം അരച്ച് കുറുക്കിയ മീൻകറി, തോരൻ, പപ്പടം, അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട് ഇവരെ റെസ്റ്റോറൻറ്റിൽ. അതും ഓപ്പൺ സ്പേസിലാണ് റെസ്റ്റോറൻറ്റ്. കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്ത് കഴിക്കാം. നല്ല സർവീസ് ആയിരുന്നു നമുക്ക് ഇത്തവണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയത് കേട്ടോ. സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്ത്. കുറച്ച് പേര് ബിരിയാണി ആണെങ്കിൽ 150 രൂപയാണ് കേട്ടോ. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി വാട്ടർ പാർക്കുകൾ എൻജോയ് ചെയ്യാൻ പോകണം. വേൾപൂൾ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല ഫുഡായിരുന്നു. അടിപൊളി ഫുഡ്. അപ്പോൾ ഷാർപ്പ് 3 മണിക്ക് നമ്മൾ വിട്ട വാട്ടർ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇഷ്ടമായോ? വേൾപൂൾ ഇഷ്ടമായോ? അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലോറ ഇഷ്ടമായോ? നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാ?
പോയി വരൂ മക്കളെ. കടന്നു വരുന്നത് ഇല്ല, നമ്മൾ കേറിയില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ മറന്നു കേട്ടോ. കാരണം ഈ വാട്ടർ റൈഡുകളൊക്കെ അങ്ങ് മതി മറന്ന് എൻജോയ് ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുഞ്ഞാവാണ്. നോക്കിയേ എന്ത് ക്യൂട്ട്നെസ്, ഇങ്ങനെ വാരി എറിഞ്ഞ് അവളെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ വേവ് പൂളിൻ്റെ അടുത്തായിരിക്കുന്നു. വേവ് പൂളിൽ പിള്ളേരും കളിക്കണം നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുവാവയായിരുന്നു. മാഷാ അല്ലാ. അവളെ ചിരിയും കുസൃതിയൊക്കെ ഇങ്ങനെ ഭയങ്കര അല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ ഇതേ രണ്ടാമത്തെ തവണയാണ് നമ്മളിപ്പോൾ വേവ് പൂള് വീണ്ടും വേവ് പൂളിന് ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. ടൈമിംഗ് അനുസരിച്ചിട്ടാണ് വേവ് പൂൾ അവർ ഓപ്പൺ ആക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാം വട്ടം നമ്മൾ വീണ്ടും അങ്ങനെ വേവ് പൂൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വാട്ടർ റൈഡുകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ. ഒരു രക്ഷയില്ല. ഒരുപാട് പുതിയ റൈഡുകളൊക്കെ നമ്മളെ ഫ്ലോറ ഫാൻറ്റസിയെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തവണ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വെക്കേഷൻ. കുറേ മാസങ്ങളായി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമ്മൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരുമ്പോൾ നമ്മളും ഇവരോടൊപ്പം ചെറിയ കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണ്. ഇവരുടെ പാട്ടും ഡാൻസും കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് അല്ലേ. നമ്മളും പ്രായം ചെറുതായി തോന്നും. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തു. നമുക്കും വളരെ വർത്തായിട്ട് തോന്നി ഇത്തവണ നമ്മൾ പ്രൈസ് കൊടുത്തതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഞാൻ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിസർവേഷൻ നമ്പറിൽ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ കണ്ടോ, പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യാണ് പാട്ടും വെച്ചിട്ട് പൂളിൽ കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും നല്ല തിരക്കുണ്ട്, പ്രത്യേകിച്ച് വീക്കെൻഡ്സുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരാണ്. ഒരു പാട്ടിനനുസരിച്ചിട്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ പൊളി വൈബായിരുന്നു. ടീംസും നല്ല പൊളിയായിരുന്നു കേട്ടോ.
എന്താ പറയല്ലേ, രാവിലെ 11 മണിക്ക് ഷാർപ്പിൽ നമ്മളിവിടെ കയറിയതാണ്. ഞങ്ങൾ 10 ആകുമ്പോൾ തന്നെ പാർക്കിലെത്തി. 11 മണിക്കാണ് ഒരു രാവിലെ ഓപ്പൺ കേട്ടോ. വൈകുന്നേരം 6 മണി വരെയാണ് ടൈം. ഈ 6 മണി എത്തിയത് അറിഞ്ഞില്ല കേട്ടോ, വളരെ പെട്ടെന്ന് 6 മണിയായി. എന്തായാലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അല്ലേ. നമ്മൾ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊക്കെ പിള്ളേരും ഒത്ത് ഇങ്ങനെ ഒരു പാർക്കിൽ വരിക എന്നുണ്ടെങ്കിൽ നമ്മളും അവരോടൊപ്പം ചെറിയ കുട്ടിയായിട്ട് ഡാൻസും പാട്ടും തമാശകളൊക്കെ ആയിട്ട് നല്ലൊരു നിമിഷം, നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ 3 ടൈം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ട്രിപ്പായിരുന്നു ഇത്തവണ നമ്മൾ ഫ്ലോറ ഫാൻറ്റസിയിൽ കിട്ടിയത് കേട്ടോ. സ്റ്റാഫുകളൊക്കെ ഭയങ്കര നല്ല കെയറിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കുട്ടികളൊക്കെ. പിന്നെ ഫുഡായാലും നമ്മൾ കൊടുക്കുന്ന ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ട് വർത്താണ്. കാരണം പുതിയ റൈഡുകളൊക്കെ വന്നിട്ട് നല്ല മാറ്റങ്ങളാണ് ഫ്ലോറ ഫാൻറ്റസിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും അപ്കമിങ് ആയിട്ട് ഒരുപാട് പുതിയ റൈഡുകളൊക്കെ ഇവിടെ അവർ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ വെങ്ങാടുള്ള ഫ്ലോറ ഫാൻറ്റസിയ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഫാമിലീസ് എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോറ ഫാൻറ്റസിൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോ. ഇനിയും കാണും ഇതുപോലത്തെ കിഡിലൻ വീഡിയോസുകളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോറ ഫാൻറ്റസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പലർക്കും പല പല ഫീഡ്ബാക്കുകളായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു, റേറ്റും കാര്യങ്ങളൊക്കെ വർത്തായോ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഹാപ്പി ആയോ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു യാത്രകളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട്. ഞാൻ സെയ്തുവാണ്, ബഡ്ജറ്റ് ട്രാവൽ ഫുഡ് ബൈ സെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ റൈഡുകളൊക്കെ കുറച്ച് നേരം വാട്ടർ റൈഡുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് വീണ്ടും പോയിട്ട് മറ്റേ റൈഡുകളൊക്കെ കയറി, ഡ്രൈ റൈഡുകളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല പിള്ളേർക്ക്. ഓക്കെ, എനിവേ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. നമുക്ക് വീണ്ടും കാണാം.